ഓരോ മക്കളും രക്ഷിതാവിൻ്റെ നല്ല നിലക്കാണെങ്കിൽ അതൊരു അഭിമാനവും, അതല്ല കേടുവന്ന നിലക്കാണെങ്കിൽ രക്ഷിതാക്കൾക്കതൊരു അപമാനവുമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വരും തലമുറകൾക്കും നല്ല മക്കളും രക്ഷിതാക്കളെ നോക്കുന്ന, അത് സമൂഹത്തിനെ നോക്കുന്ന ഉപകാരപ്പെട്ട മക്കൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാറിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ ഏറ്റവും നല്ല ഉയർച്ചയിലുണ്ടാകണം, നല്ല സ്വഭാവ രൂപീകരണത്തിലുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന് പാരൻസിൻ്റെ രണ്ടുപേരുടെയും ശ്രമങ്ങൾ ഫലമായേ അതുണ്ടാവുകയുള്ളൂ. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള മക്കളായി അവരെ വളർത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് കൺകുളർന്ന മക്കളാകണമെങ്കിൽ നമ്മൾ മതവിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. കുട്ടികളെ അങ്ങോട്ട് സ്നേഹിക്കണം. നമ്മൾ കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടും. കുട്ടികളെ അമിതമായി സ്നേഹിച്ചാൽ മാത്രമേ കുട്ടികൾ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അതുപോലെ കുട്ടികളോട് കൂടുതൽ സമയം നമുക്ക് സംസാരിച്ച് ആശയവിനിമയം നടത്താനുള്ള സമയം കണ്ടെത്തണം. ഇന്നെല്ലാവരും ജോലി തിരക്കിലാണ്. എല്ലാവരും ജോലിക്ക് പോയാൽ രാത്രി 8 മണി 9 മണി തിരിച്ചു വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് കുട്ടികളോട് സംവദിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അവർ രാത്രി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ കുട്ടികളെ എണീക്കുന്നു.